കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വിശുദ്ധ ഈ ദിവസത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവത്തെ സന്നിധിയിൽ അടുത്ത് വരുവാൻ, ദൈവിക ആരാധനയായി സംബന്ധിപ്പാൻ ദൈവം നമ്മെ ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവം നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി ദൈവം നമ്മെ വഴി നടത്തി. നമ്മളായിരുന്ന സ്ഥാനത്തൊക്കെയും ദൈവത്തിൻ്റെ കരുതലും കാവലും വളരെയധികം നാം അനുഭവിപ്പാനിടയായി തീർന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അനേക സാക്ഷ്യങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. കർത്താവിനെ കരുതിയതും നടത്തിയതും, ആമേൻ, ജയോത്സവമായി നമ്മെ നടത്തുന്ന ദൈവികമായ കരുതലിനായിട്ട്, ദൈവികമായ വിടുതലിനായിട്ട് ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ദൈവവചനത്തിൽ ചിന്തയ്ക്കായിട്ട് ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം. ആമേൻ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായി ഞാൻ ഭൂമിയെ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ തിരിച്ചറിയുന്നത് തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. കർത്താവിൻ്റെ വിലയേറിയ മഹത്വമുള്ള നാമം ഇന്ന് പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവവചനത്തിലൂടെ വിശുദ്ധ ആമേൻ വേദപുസ്തകത്തിലെ യെരമ്യാ പ്രവാചകനിലൂടെ 9-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിലും പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവിക ആലോചനയുടെ ടൈറ്റിൽ നാം പ്രശംസിക്കരുത്, നമ്മൾ സ്വയം പ്രശംസ ഉള്ളവരായി മാറരുത്. എപ്പോഴും നമ്മുടെ പ്രശംസ, നമ്മുടെ ബോസ്റ്റിങ് നമ്മുടെ മേൽ ഉണ്ടാകരുത്. ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശംസ ഉണ്ടാകുവാനോ, അല്ലെങ്കിൽ അത് സ്വയപ്രശംസ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടുള്ള ആ പ്രശംസ കേൾക്കുവാനും നമ്മുടെ ആ വെയിൻ ഗ്ലോറിക്ക് എപ്പോഴും നാം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താകുന്നുവെന്നും ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എന്താകുന്നുവെന്നും ഇന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിലൂടെ യഹോവ നമ്മോട് അരുളി ചെയ്യുകയാണ്. അപ്പോൾ പറയുകയാണ്, ഒന്നാമതായി പറയുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. പലപ്പോഴും ജ്ഞാനികൾ പലപ്പോഴും എനിക്ക് വളരെ ജ്ഞാനമുണ്ട്, എനിക്ക് വളരെ അറിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജ്ഞാനത്തിൽ, അല്ലെങ്കിൽ എൻ്റെ തല ഒരു ഭയങ്കരമായ ഒരു കമ്പ്യൂട്ടർ പോലെയാണ് എൻ്റെ തല വർക്ക് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞ് വളരെ ജ്ഞാനത്തിൽ സ്വയം അവർ ബോസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ ദൈവം ഒന്നാമത് പറയുന്നു, ജ്ഞാനമുള്ളവർ തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. രണ്ടാമതായി പറയുന്നു, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. എനിക്ക് ബലമുണ്ട്, എൻ്റെ ശരീരം സ്ട്രോങ് ആണ്, എൻ്റെ ശക്തിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മസിലുകളൊക്കെ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു അസുഖങ്ങളില്ല, ഞാൻ വളരെ ശക്തനാണ്, ഞാൻ നല്ല ബലവാനാണ്, എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ബലത്തിൽ, നമ്മുടെ സ്വയത്തുള്ള ബലത്തിൽ നാം പ്രശംസിക്കരുത് എന്നും ദൈവം നമ്മോട് പറയുകയാണ്. മൂന്നാമതായി കാണുന്നു, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പലപ്പോഴും നമുക്ക് പ്രൈഡ്, അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു ബോസ്റ്റിംഗ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്, എനിക്ക് മറ്റുള്ളവരെക്കാൾ, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ സ്വയമായിട്ട്, എൻ്റെ സെൽഫിലായിട്ട് എനിക്ക് ചിലതൊക്കെ ഞാൻ നേടിയെടുത്തു എന്ന് സ്വയം
നമ്മളത് പറയുവാൻ ഇടവരരുത് എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ക്രിസ്തുവിലാണ്. കർത്താവേ, നീ തന്ന സകല ദാനങ്ങൾക്കും, നീ തന്ന സകല അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു കർത്താവേ. എനിക്ക് സ്വയമായി പുകഴ്ത്തുവാനൊന്നുമില്ല എന്ന് പറയുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ അവൻ്റെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. ആമേൻ. ദൈവം പറഞ്ഞുള്ളൂ, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്ന ദൈവമാ. അപ്പോൾ ദൈവം നിഗളികളോട് അല്ലെങ്കിൽ സ്വയം പ്രശംസക്കാരോട് എനിക്കിത് നേടുവാൻ കഴിഞ്ഞു, എനിക്കിത് ലഭിക്കുവാൻ കഴിഞ്ഞു, എനിക്കിതൊക്കെ നേടുവാൻ, ഇതൊക്കെ പിടിച്ചടക്കുവാൻ എനിക്ക് കഴിഞ്ഞുവെന്ന് ഒരിക്കലും നമുക്ക് പറയുവാൻ കഴിയയില്ല. നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസമാകട്ടെ, നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് ആകട്ടെ, നിങ്ങളുടെ കരിയർ ആകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് ഉയർച്ചകളും നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ സ്വയമായി താഴ്ത്തി ദൈവത്തോട് പറയണം, കർത്താവേ, ഞാനല്ല, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാൻ കഴിയുമോ, കർത്താവേ, എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എന്നിലായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ. ആമേൻ. നന്ദിയപ്പാ. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നും പ്രശംസിപ്പാനില്ല. ആമേൻ. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ജ്ഞാനത്തില്, നിന്റെ ബുദ്ധിയില്, ആമേൻ. രണ്ടാമതായി പറഞ്ഞു, നിന്റെ ശക്തിയില്, മൂന്നാമതായി നിന്റെ വെൽത്തില് നീ ഒരിക്കലും ബോസ്റ്റ് ചെയ്യരുത്. ആമേൻ. എന്നിട്ട് ദൈവം പറയുന്നു, പ്രശംസിക്കുന്നവനോ. പിന്നെ എന്തിലാ പ്രശംസിക്കേണ്ടത്? ദൈവം പറയുന്നു, നീ എന്തിനാണ് പ്രശംസിക്കേണ്ടത്? യഹോവയായ ഞാൻ ഭൂമിയിൽ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ഗ്രഹിച്ചറിയുന്നതിനാൽ തന്നെ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. എത്ര മഹത്വകരമായ ഒരു വചനമാണ്! എത്രമാത്രം ആമേൻ, ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുക. തിരിച്ചറിയാത്ത മനുഷ്യ, ലോകത്തിലെ പലതും കാണുമ്പോൾ, ലോകത്തിൽ കാണുന്നത് പലതും നാം ആമേൻ വലിച്ചുകൂട്ടുവാനും പിടിച്ചുകൂട്ടുവാനും ആമേൻ സകലത്തെയും നേടുവാൻ ഓടി നടക്കുന്ന മനുഷ്യ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, എങ്ങനെ നീ പ്രശംസിക്കണം? യഹോവയായ ഞാൻ ഭൂമിയിൽ ന്യായവും ദയയും നീതിയും പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ഹൃദയം, അത് തിരിച്ചറിയുന്ന യേശുവിൻ്റെ മകനും മകളുമായിരുന്നാൽ മാത്രമേ നമുക്കത് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, നമ്മുടെ പ്രശംസ എവിടെയാണ്? ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഏതിലാണ് നാം തിരിച്ചറിയണം? ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഏതാണ്? ദൈവം തന്നിരിക്കുന്ന നന്മകൾ ഏതാണ്? കർത്താവേ, നമുക്ക് പറയണം, കർത്താവേ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ, ഞാൻ ചെയ്യേണ്ടതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന, ഇന്ന് ഞാൻ ജീവിക്കുന്നതൊക്കെയും കർത്താവേ നിന്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നീ തന്ന ദാനമാണ് എൻ്റെ ജീവിതം, നീ തന്ന ദാനമാണ് എനിക്ക് തന്ന ശക്തി, നീ തന്ന ദാനമാണ്. എനിക്ക് തന്ന ധനം നിന്റെ ദാനമാണ്. എനിക്ക് തന്ന ബുദ്ധി നിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന്
അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ആമേൻ, ആമേൻ. ഡൂട്ടോണമി 16 and 17 നമ്മൾ കണ്ട വാക്യങ്ങൾ അവിടെ കാണുന്നു. ആമേൻ, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പോൾ സ്വയം പ്രശംസക്കാര് ആകുന്ന ആമേൻവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എൻ്റെ കൈ കൊണ്ടാണ്, എൻ്റെ കരം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്, ഞാൻ സമ്പാദിച്ചു എന്ന് നീ അത് പറയുവാൻ നീ തുനിയരുത്. ആമേൻ, സ്തോത്രം. എന്തെങ്കിലും അങ്ങയുടെ ജീവിതത്തിൽ എൻ്റെ കൈ കൊണ്ട് എൻ്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നേടിയത് എന്ന് പറയുവാൻ ഇന്ന് ആമേൻ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് നിന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ഹല്ലേലൂയ. ഓ, നന്ദിയോടെ ദൈവത്തിന് മഹത്വം. അപ്പാ, ഓ, നമുക്ക് ശക്തി തന്നത് ആര്? നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ ദൈവം ഭക്തിക്കും ജീവനും വേണ്ടി ഇതൊക്കെ നൽകിയത് എങ്ങനെ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് സെൽഫ് ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ല, നമുക്ക് സ്വയം പ്രശംസിപ്പാനൊന്നുമില്ല. എൻ്റെ യേശുവിനെ മാത്രം നമുക്ക് ഉയർത്തുവാനായിട്ട്. ആമേൻ. വീണ്ടും പൗലോസ് ചില പ്രശംസകൾ പറയുന്നതായിട്ട് നമുക്ക് വീണ്ടും വായിക്കാം. നമുക്ക് വീണ്ടും ആ കാര്യങ്ങളെ ചിന്തിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ മടിയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുകയാണ് കർത്താവിൻ്റെ ദാസനായ ആമേൻ ശൗൽ എന്ന പേരുണ്ടായിരുന്ന പൗലോസ് ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആ വിടുതലിൽ മേല് ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ഡമസ്കോസിന്റെ പടിവാതിക്കൽ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ പൗലോസ്, യേശുവിനെ പിടിക്കപ്പെട്ട യേശുവിൽ ആയിരിക്കുന്ന പൗലോസ് എന്ന ഭക്തൻ ഇവിടെ പറയുകയാണ്, എനിക്ക് പ്രശംസിപ്പാൻ, എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. 7 ലിസ്റ്റുകൾ അവിടെ പറയുകയാണ്. അവൻ പറയുകയാണ്, 1-ാമതായും പറയുന്നു, 8-ാം നാളിൽ ഞാൻ പരിച്ഛേദന കഴിച്ചവൻ. 2-ാമതായി പറയുന്നു, ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ. ആമേൻ. ഇവിടെ 7 കാര്യങ്ങൾ പറയുന്നു. 7 കാര്യങ്ങൾ, 7 മാറ്റർ അവിടെ എഴുതിയിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ജഡത്തിൽ എനിക്ക് പ്രശംസിപ്പാനുണ്ട്. എന്തൊക്കെയാണ്? 1-ാമത് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, 2-ാമതാൽ ഇസ്രായേൽ ജാതിക്കാരൻ, 3-ാമതായി ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനന്യൻ. ഹല്ലേലൂയ. 7 വിധ കാര്യങ്ങൾ അവിടെ പൗലോസ് പറയുകയാണ്. എന്നാൽ പൗലോസ് ഇതൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. 7 കാര്യങ്ങൾ ഞാൻ അവിടെ നോട്ട് ചെയ്യാനിടയായി തീർന്നു. അവിടെ നമ്മൾ കാണുന്നു, എങ്കിലും അവൻ പറയുകയാണ് 7 എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അവന് കിട്ടിയ അറിവുകൾ, അവന് കിട്ടിയ ലോകത്തിന്റെ ജ്ഞാനം, അവന് ലോകത്ത് കിട്ടിയ ഫലസമ്പത്തുകളൊക്കെയും ദൈവത്തിന്റെ മുമ്പാകെ, കർത്താവേ, ഇത് നിമിത്തം ഞാൻ സകലവും ഛേദമെന്നുണ്ടെന്നു. ഇതെൻ്റെതല്ല, ദൈവം എനിക്ക് തന്നതാ. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രശംസിക്കുന്നു. അതുകൊണ്ട് അവൻ പറയുകയാണ്, അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഈ ലോകത്തിൽ ഒന്നും നമുക്ക് നേടുവാനില്ല. നമ്മുടെ നിത്യരക്ഷ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ
ദൈവം നമുക്ക് ഭക്തിക്ക് വേണ്ടതൊക്കെയും ദൈവം നമുക്ക് ദാനമായി നൽകും. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാരെയും ദൈവം മുഖം ലജ്ജിച്ചിടുവാൻ എൻ്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. അവൻ ഒരിക്കലും നമ്മെ വിട്ടുപിരിയുന്ന ദൈവമല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം പൗലോസ് പറയുന്നു, എനിക്ക് 7 കാര്യം എനിക്ക് പറയാനുണ്ട്. ജഡത്തിൽ പ്രശംസിക്കുവാനാണെങ്കിൽ എനിക്ക് ഒത്തിരി പറയുവാനുണ്ട്. പക്ഷേ പറയുവാൻ എനിക്ക് ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തെ മാത്രമേ ഉള്ളൂ. എൻ്റെ യേശുവിനെ ഉയർത്തുവാനേ എനിക്കുള്ളൂ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമുക്ക് ഉയർത്തുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ. പൗലോസ് പറഞ്ഞു, ഞാനെല്ലാം വളരെ പാണ്ഡിത്യം പ്രാപിച്ചവനാണ്. ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ആമേൻ. ഗബ്രായിൽ നിന്ന് ചെബ്രായനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശലനാണ്. ആമേൻ. എല്ലാം ന്യായപ്രമാണത്തിൻ്റെ എല്ലാം പഠിച്ച് ഗമാലിയൻ്റെ കാൽക്കീഴിൽ നിന്ന് സകലവും പഠിച്ച് ബിരുദം പ്രാപിച്ച ആ പൗലോസ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകലതും കർത്താവേ നിൻ്റെ പാദപീഠത്തിൽ ഞാൻ വയ്ക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവമാണ്. അവൻ നമ്മെ വിടുവിക്കുവാൻ, അവൻ നമ്മെ ശക്തീകരിപ്പാനായിട്ട് ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം സഹായിക്കുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വചനങ്ങളെ വായിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ chapter 1 verse 27 to 31. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ എങ്ങനെ തിരഞ്ഞെടുത്തു? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ. ആമേൻ. ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായ ഏതുമില്ലാത്ത ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എങ്ങനെയാ? ആമേൻ. എന്തെങ്കിലും മാന്യതയുണ്ടായിരുന്നോ? എന്തെങ്കിലും യോഗ്യതയുണ്ടായിരുന്നോ? ഇന്ന് ദൈവം നമ്മെ ക്രിസ്തുവിൽ നമ്മളെ യോഗ്യന്മാരാക്കി തീർത്തു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നു, ആമേൻ, നിങ്ങളെ വെട്ടിയെടുത്ത ഗനിഗർഭത്തിലേക്കും നിങ്ങളുടെ കുഴിച്ചെടുത്ത ആ ഗനിഗർഭത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്ക്. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളുടെ ആമേൻ 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 സാറയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുവിനെന്ന് ദൈവവചനം പറയുമ്പോൾ, ആമേൻ, നമുക്ക് ഒരു ദൈവസന്നിധിയിൽ ഒരു ജഡത്തിനും എഴുന്നേറ്റ് പ്രശംസിപ്പാൻ കഴിയാതെ വണ്ണം ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. നമുക്ക് പറയാമോ, എന്തെങ്കിലും എൻ്റെ നീതിപ്രവൃത്തികൾ കൊണ്ടാണോ, ഞാൻ എന്തെങ്കിലും കാണിക്കാൻ നേർച്ച വഴിപാട് കൊടുത്തത് കൊണ്ടാണോ ദൈവം എന്നെ വിടുവിച്ചത്, എനിക്ക് രക്ഷ തന്നത്? അല്ല, യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാട്ടിൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ആ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കിനി പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഒരു ജഡം എഴുന്നേറ്റ് പ്രശംസിക്കത്തില്ല, ഒരു ജഡം എഴുന്നേറ്റ് പറയത്തില്ല. ആമീൻ. എന്തെങ്കിലും നിങ്ങളുടെ മെരിറ്റ് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഞാൻ ചൂസ് ചെയ്ത്, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതെന്ന് പറയുവാൻ ഒന്നിനും അത് കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിൽ പറയുന്നു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. നമ്മുടെ പ്രശംസ എവിടെയാണ്? നമ്മുടെ പ്രശംസ നമ്മുടെ കർത്താവിലാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ chapter 10 verse 17 and 18. 2 കൊരിന്ത്യർ chapter 10 17 and 18. ഞങ്ങൾ
മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിപ്പാനും മറ്റൊരുത്തൻ്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിക്കാനും ആശിക്കത്രേ ചെയ്യുന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൊള്ളാകുന്നത്. ആമേൻ. ഇവിടെ വീണ്ടും ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. കാരണം പൗലോസ് തന്റെ സുവിശേഷ പ്രവർത്തനത്തുമായി മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവിടെ 13-ാം വാക്യത്തിൽ ഞങ്ങളോ അളവിനൊത്തവണ്ണമല്ല, ദൈവം നിയമിച്ചു തന്ന പരിധിക്ക് ഒത്തവണ്ണമത്രേ പ്രശംസിക്കുന്നത്, അതിൽ നിങ്ങളും ഉൾപ്പെടുന്നു. അങ്ങനെ സുവിശേഷ പ്രവർത്തനമായി മുന്നോട്ട് കടന്നു വരുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് മുന്നോട്ട് കടന്നു വരുമ്പോൾ പറയുന്നത്, ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നബലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നുവോ? എന്നൊന്നുമില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിരിക്കയാൽ അതിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിച്ചിരിക്കുന്നു. സുവിശേഷ പ്രവർത്തനത്തിന്റെ ബന്ധത്തില് പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്കൊന്നും പ്രശംസിക്കുവാനോ ഒന്നും വകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം, ഈ ക്രിസ്തുവിന്റെ സുവിശേഷം ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തന്നതല്ലാതെ എനിക്കൊന്നും പ്രശംസിപ്പാനൊന്നുമില്ല. ആ 17 നമ്മൾ വായിക്കുന്നല്ലോ, അവിടെ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൊള്ളാകുന്നവൻ. നമ്മുടെ ആ സെൽഫ് ഗ്ലോറിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് കളഞ്ഞുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ സെൽഫായിട്ട് നമ്മൾ പറയും, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റി, എനിക്ക് ചിലതൊക്കെ നേടുവാൻ പറ്റി. ദൈവമക്കളെ, നമുക്കൊന്നും പറയുവാനല്ല. കർത്താവേ, നീ ദാനമായി തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. കർത്താവേ, നീ ദൈവമേ, ഞങ്ങൾ സ്വയമായി നേടിയതൊന്നുമല്ല. കർത്താവേ, എൻ്റെ ദൈവത്തിൻ്റെ പുകഴ്ച അവൻ്റെ പക്കൽ നിന്ന് വരുന്നുവെന്ന് ആമേൻ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. ആമേൻ. നമുക്ക് വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 49 വേഴ്സ് 6 to 13 ഒന്ന് വായിക്കാം. Psalms 49 6 to 14. അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂടനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഹിതം. തങ്ങളുടെ നിലനിൽക്ക് അവർ തങ്ങളുടെ പേരിടുന്നു, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ആമേൻ. ഇവിടെ ദൈവവചനത്തിൽ പറയുന്നു, അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ ജെറമ്യായിൽ നമ്മൾ വായിച്ചതുപോലെ തന്നെ ഇവിടെ വീണ്ടും ആമേൻ സങ്കീർത്തനക്കാരനായ ദാവീദ് അവിടെ പറയുകയാണ്, കോരകപുത്രന്മാർ പറയുകയാണ്, അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അവരുടെ വെൽത്തിൽ അവർ സ്വയം ബോസ്റ്റ് ചെയ്യുന്നവരായി മാറുന്നുവെന്ന് ദൈവവചനത്തിൽ കാണുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ദൈവം പറയുകയാണ്, ദൈവത്തിന് വീണ്ടെടുപ്പ് കൊടുക്കുവാനോ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ഒരു വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആമേൻ അവിടെ 10-ാം വാക്യത ജ്ഞാനികൾ മരിക്കുകയും മൂടൻ മൃഗപ്രായനും ഒരുപോലെ നശിച്ചു പോവുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവരിലേക്ക് വിട്ടിട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു തലമുറ കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ സമ്പാദ്യം മുഴുവനും ആ അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ അത് കൈമാറിയിട്ട് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ ലോകത്ത് നിന്ന് വരുമ്പോൾ ആ ലോകത്ത് ജനിച്ച് ലോകത്ത് നേടിയതൊന്നും നമ്മുടെ തിരികെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വളരെ വചനത്തിൽ വ്യക്തമായി പറയുകയാണ്. അവർ തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ
തലമുറ തലമുറയായി നിൽക്കുമെന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. അവർ വിചാരിക്കും, എനിക്ക് ഈ ലോകത്തിൽ അടിസ്ഥാനമിടാം, ഈ ലോകത്തിൽ ഇനിയും ആമേൻ ജീവിച്ച് വളരാമെന്നൊക്കെ അവർ ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു അവരുടെ അന്തർഗതം എന്താണ്? അവർ അവരുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. ഓരോരുത്തരുടെ നിലങ്ങൾ മേടിച്ചോ, ഓരോ വീടുകളുടെ നിലങ്ങൾക്കൊക്കെ പേരിട്ട് വയ്ക്കുകയാണ് എന്ന് പറയുകയാണ് ദൈവസന്നിധിയിലേക്ക്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രശംസ ഒന്നിലും വെൽത്തിലോ ഹെൽത്തിലോ നമ്മുടെ ഒന്നിലും ഒന്ന് നമ്മളെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം നമുക്ക് ഒരുമിച്ച് കൂടെ ഒന്നുകൂടെ വായിക്കാം. ആമേൻ. ആക്സില് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പൗലൂസിനെ പ്രശംസിക്കുന്ന ചില ശക്തികളെ പൗലൂസ് എങ്ങനെ ഡീൽ ചെയ്തുവെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ തങ്ങളെ എതിരേറ്റു. അവർ പൗലൂസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലൂസ് മുഷിഞ്ഞ് തിരിഞ്ഞ് നോക്കി അവളുടെ ഹൃദയത്തോട്, അവളെ വിട്ടുപോക്കുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തെ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. പൗലൂസ് എന്ന ദൈവഭക്തൻ തന്റെ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുമ്പോൾ നാം ഇതുവരെ പറഞ്ഞു വന്നത് നാം സ്വയമായി പ്രശംസിക്കുന്ന കാര്യങ്ങൾ, ഇനി മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുന്നത് നമ്മൾ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. എന്നാൽ ഇവിടെ കാണുകയാണ്, പൗലോസ് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറയുന്ന യജമാനന്മാർക്ക് വളരെ ലാഭം കൊടുക്കുന്ന ഒരു ബാല്യക്കാരി ആ പൗലൂസിനെ എതിരേറ്റ് വരികയാണ്. അവൾ എന്താ പറഞ്ഞത്? അവർ പൗലൂസിൻ്റെയും ഞങ്ങളുടെ പിന്നാലെ വന്നു. ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസൻ. രണ്ടാമതാ പറഞ്ഞ എന്താണ്? രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു. വെളിച്ചപ്പാട്. ആ ദുരാത്മാവ് പ്രാപിച്ച ബാല്യക്കാരത്തി പൗലൂസിന്റെ അടുക്കൽ വന്നിട്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, നീ രക്ഷാമാർഗം പ്രസ്താവിക്കുന്നവനാണ്. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ അവളിൽ ഒരു ഭൂതമുണ്ടായിരുന്നു, അവളിൽ ഒരു അന്ധകാര ശക്തി അതിനകത്തുണ്ടായിരുന്നു. നാം അതിനെ തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ അടുക്കൽ വന്ന് പറയും, നമ്മെ പ്രൈസ് ചെയ്തുകൊണ്ട്, നമ്മെ പ്രശംസിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരും അടുത്തു എന്ന് പറയും. ഓ, നിന്റെ പ്രസംഗം എത്ര വലുതാണ്, നിന്റെ പ്രാർത്ഥന എത്ര നല്ലതാണ്, നിന്റെ ജോലി എത്ര നല്ലതാണ് എന്നൊക്കെ നമ്മളെ അടുക്കലേക്ക് വന്ന് നമ്മെ പ്രശംസിപ്പാൻ അടുത്ത് വരുമ്പോൾ ആ ശക്തിയെ, ആ ദുരാത്മാവിനെ പൗലോസ് എന്ത് ചെയ്തു? ആമൻ ഇപ്പോഴുള്ള പലരും ദൈവദാസന്മാർ കേട്ടാൽ അവരെന്ത് ചെയ്യും? ഓ, വളരെ സന്തോഷം, താങ്ക് യു ജീസസ് സിസ്റ്ററെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയല്ല. അവളിൽ വ്യാപരിച്ച അന്ധകാര ശക്തിയെ യേശുവിന്റെ നാമത്തിൽ അവളെ ശാസിച്ചപ്പോൾ അവളെ ഭൂതം വിട്ട് പോകുവാനിടയായി. മറ്റുള്ളവരുടെ പ്രശംസ നമുക്ക് ആവശ്യമില്ല. മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തണ്ട. യേശുവിന്റെ പുകഴ്ച നമ്മുടെ നാവിന്മേലുള്ളതിനായി ആമേൻ. നമുക്ക് വീണ്ടും അവസാനമായ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇങ്ങനെ കടന്നു വരുന്നവരെ നാം തിരിച്ചറിയുക. ആമേൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം, അവസാനമായിട്ട് ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഗലാത്യൻസ് chapter 6 verse 14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്.
ആമേൻ. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിലും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഈ വചനം വളരെ വ്യക്തമായി നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അടിവരയിട്ട് നാം എഴുതി ചേർക്കേണ്ട ഒരു വചനമാണ്. അവിടെ പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. കാരണം എന്താണ്? അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ദൈവവൈതലിന്റെ ജീവിതം എന്താണ്? ഞാൻ ലോകത്തിന് സകല മോഹങ്ങളെയും ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. നാം ഇന്നൊരു പുതിയ സൃഷ്ടിയാണ്. നമുക്ക് പ്രശംസിപ്പാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. യേശുവിലും നമുക്ക് തന്ന ആ ക്രൂശിലുമല്ലാതെ നമുക്കൊന്നും പ്രശംസിപ്പാൻ ഇടവരരുത്. കാരണം ഈ ലോകത്തിൽ എന്നെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകം എനിക്കും ആമേൻ ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് പ്രശംസിപ്പാൻ കർത്താവിലും എനിക്കോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രശംസ എവിടെയാണ്? എവിടെയാണ് നാം സെൽഫ് പോസ്റ്റിംഗ് ചെയ്യുന്നുവെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് അങ്ങേ മാത്രം ഞങ്ങൾക്ക് ഉയർത്തുവാനുള്ളൂ. നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നവർ പലരും നമ്മുടെ പ്രൈസ് ചെയ്യുവാനായിട്ട് നമ്മെ പലപ്പോഴും പ്രശംസിപ്പാൻ അടുത്ത് വരുമ്പോൾ ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവേ നിന്റെ നാമം ഉയരണം, കർത്താവേ ഞാനായിരിക്കുന്നത് നിന്റെ ഹിതമാ, നിന്റെ മഹത്വമാ, നീ എന്നെ വിളിച്ചത് ദൈവത്തിൻ്റെ ആമേൻ വലിയ ഉദ്ദേശത്തോടുകൂടെ വിളിച്ചല്ലോ, അതിനായി ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ ഈ വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ എൻ്റെ പ്രശംസ എവിടെയാണ്? ദൈവം പറഞ്ഞു, എനിക്ക് പ്രസാദമുള്ളത് എന്താണ്? ഞാൻ നീതിയും ന്യായവും നടത്തുന്നുവെന്ന് തിരിച്ചറിയുന്നതിന് തന്നെ നീ പ്രശംസിക്കട്ടെ എന്ന കുറിവാക്യത്തിലൂടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.